ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റത്തിലെ പെർ യൂണിറ്റ് സിസ്റ്റം എന്താണെന്നും ഒരു ക്വാണ്ടിറ്റിനെ എങ്ങനെയാണ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതും, അതുപോലെ തന്നെ സിമെട്രിക്കൽ കമ്പോണൻസ് ഏതൊക്കെയാണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് പെർ യൂണിറ്റ് സിസ്റ്റം എന്നുള്ളത് നോക്കാം. പെർ യൂണിറ്റ് വാല്യൂ കൊണ്ട് നമ്മൾ വോൾട്ടേജ്, കറണ്ട്, പവർ, ഇമ്പിഡൻസ് തുടങ്ങിയിട്ടുള്ള വാല്യൂസിനൊക്കെ ഫ്രാക്ഷൻ ഓഫ് ബേസ് വാല്യൂസ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റീസിനെ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് ബേസ് വാല്യൂസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ചുരുക്കത്തിൽ പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിമൂവ്സ് യൂണിറ്റ്സ് റിമൂവ് ആവുന്നത് കൊണ്ട് തന്നെ ഈസി കമ്പാരിസൺ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ കാൽക്കുലേഷൻസും അപ്പോൾ സിമ്പിൾ ആവും, കൺസിസ്റ്റൻ്റ് ആവും. മെയിനായിട്ട് ഇതിൻ്റെ യൂസ് വരുന്നത് എന്താണ്, ട്രാൻസ്ഫോമേഴ്സ് വരുമ്പോഴും അതുപോലെ മൾട്ടിപ്പിൾ വോൾട്ടേജ് ലെവൽസ് വരുമ്പോഴാണ്. കാൽക്കുലേഷൻസിൽ മൾട്ടിപ്പിൾ വോൾട്ടേജ് ലെവൽസ് വരുമ്പോൾ ഓരോ ബേസ് വാല്യൂസിനുള്ള വാല്യൂവിനെ വീണ്ടും മാറ്റി അടുത്തൊരു ബേസ് വാല്യൂവിലാക്കി തിരിച്ച് ചേഞ്ച് ചെയ്ത് ഇറ്റ്സ് കോംപ്ലെക്സ്, റൈറ്റ്? അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബേസ് വാല്യൂ ഫിക്സ് ചെയ്ത് ആ ഒരു ബേസ് വാല്യൂവിൻ്റെയിലേക്ക് എല്ലാ ക്വാണ്ടിറ്റീസിനെയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ അത്രയും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ബേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. എത്ര ഫ്രാക്ഷൻ ഓഫ് ബേസ് വാല്യൂ ആണ് ആക്ച്വൽ വാല്യൂ എന്നുള്ളതാണ് പെർ യൂണിറ്റ് വാല്യൂ. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ലോഡ് ബസ്, ജനറേറ്റർ ബസ്, അങ്ങനെ എല്ലാ ബസ്സുകളും കാണിച്ച് ട്രാൻസ്ഫോമറും എല്ലാം റെപ്രസെൻ്റ് ചെയ്ത് ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ കാണിച്ച് നമുക്ക് വാല്യൂസ് തരുമ്പോൾ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേസ് വാല്യൂസിനെ ഫസ്റ്റ് സെലക്ട് ചെയ്യണം. രണ്ട് വാല്യൂസാണ് ഇവിടെ ബേസ് വാല്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടി വരിക. എസ് ബേസ് എന്ന് പറയുന്നത് എം വി എയിലുള്ള പവറും അതുപോലെ തന്നെ വി ബേസ് എന്ന് പറയുന്നത് കിലോ വോൾട്ടിലുള്ള വോൾട്ടേജും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ് കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? √3 വി ബേസ് ഇൻറ്റു ഐ ബേസ് ആണല്ലോ എസ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഐ ബേസ് ഇസ് ഈക്വൽ ടു എസ് ബേസ് ഡിവൈഡഡ് ബൈ √3 ടൈംസ് വി ബേസ്. ഡയറക്റ്റ് നമുക്ക് ബേസ് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബേസ് കറണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബേസ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇമ്പിഡൻസ് എന്തായിരിക്കും? ബേസ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് ബേസ് ചെയ്തതായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സെഡ് എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് സെഡ് ബേസിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു വി ബേസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് ബേസ് എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് ഇമ്പിഡൻസിന്റെ വാല്യൂ എന്തായിരിക്കും? ഇപ്പോൾ ബേസ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. പെർ യൂണിറ്റിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ZPU വിൽ ബി ഈക്വൽ ടു ആക്ച്വൽ ഇമ്പിഡൻസ് വാല്യൂ, തന്നിട്ടുള്ള ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ചെയ്തതായിരിക്കും, അല്ലേ? ബേസ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ പെർ യൂണിറ്റ് ഇമ്പിഡൻസിന്റെ ലാസ്റ്റ് ഇക്വേഷൻ എന്താ വരുന്നത്? ആക്ച്വൽ സെഡിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ഓഫ് സെഡ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ലെവൽസ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ കഴിഞ്ഞാലൊക്കെ ചേഞ്ച് ചെയ്ത് വരും, അല്ലേ? നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഓരോ ട്രാൻസ്ഫോമറിന് ശേഷം വോൾട്ടേജ് ലെവൽ ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ മൾട്ടി വോൾട്ടേജ് ലെവൽസ് വരാം. അങ്ങനെ മൾട്ടി വോൾട്ടേജ് ലെവൽസ് വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന എസ് ബേസും അതുപോലെ വി ബേസും മാറി വേറെ വാല്യൂസിലേക്ക്, ന്യൂ വാല്യൂസിലേക്ക് ചേഞ്ച് ആയി വരാം. എസ് ബേസ് ന്യൂ
അതുപോലെ വി എന്ന് പറയുന്നത് വി ബേസ് നിന്ന് വി ബേസ് ന്യൂവിലേക്ക് മാറി വരാം. ഓക്കെ, അങ്ങനത്തെ സമയത്ത് ക്വാണ്ടിറ്റീസിന്റെ പുതിയ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണിത്. സെഡിന്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ ന്യൂ പെർ യൂണിറ്റ് വാല്യൂ ഓഫ് സെഡ് വിൽ ബി ഈക്വൽ ടു ഓൾഡ് പെർ യൂണിറ്റ് ഇൻറ്റു എസ് ന്യൂ ഡിവൈഡഡ് ബൈ എസ് ഓൾഡ്. എം വി എയിലുള്ളതാണ് രണ്ടും, മറക്കരുത്. എം വി എയിലുള്ള റേറ്റിംഗ്സ് ആണ് രണ്ടും. പുതിയ എം വി എ വാല്യൂ ബേസ് വാല്യൂ ആയിട്ട് നമ്മൾ ഏതാണോ എടുക്കുന്നത് ഡിവൈഡഡ് ബൈ പഴയ ബേസ് വാല്യൂ ആയിട്ട് നമ്മൾ എന്താണോ എടുത്തിരുന്നത് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വി ഓൾഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടും തിരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. എസിന്റെ ന്യൂ ബൈ ഓൾഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയുടെ നമ്മൾ സ്ക്വയർ എടുക്കുന്നുണ്ട്, ഓൾഡ് ബൈ ന്യൂ ആണ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. അപ്പോൾ ഇക്വേഷൻ മാറിപ്പോവരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നന്നായി പഠിച്ചു വെക്കുക. വോൾട്ടേജ് ഏത് യൂണിറ്റിലായിരിക്കും ഉണ്ടാവുക? കിലോ വോൾട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൾഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂ വോൾട്ടേജ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച്, ബേസിൽ ചേഞ്ച് വരുമ്പോൾ പെർ യൂണിറ്റ് വാല്യൂ, പുതിയ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സിമെട്രിക്കൽ കമ്പോണൻസ് ആണ്. എന്തിനാണ് നമ്മൾ ഈ സിമെട്രിക്കൽ കമ്പോണൻസിനെ കുറിച്ച് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമെട്രിക്കൽ കമ്പോണൻസിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് മെയിൻലി വരുന്നത് ഫോൾട്ട് അനാലിസിസിലാണ്. അപ്പോൾ ഫോൾട്ട് അനാലിസിസിൽ നമുക്ക് അൺബാലൻസ്ഡ് 3 ഫേസ് സിസ്റ്റം റിസോൾവ് ചെയ്ത് ബാലൻസ്ഡ് സെറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. ആ ബാലൻസ്ഡ് സെറ്റ്സ് ഏതൊക്കെയാണ്? പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ് ആൻഡ് സീറോ സീക്വൻസ്. ഇതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാലൻസ്ഡ് സെറ്റ് ആയിരിക്കും. അത് ബാലൻസ്ഡ് സെറ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ബാലൻസ്ഡ് സെറ്റിൽ ഒറിജിനൽ ഫേസ് സീക്വൻസിൽ തന്നെയാണ് വരുന്നത്. എ ബി സി എന്നുള്ള ഫേസ് സീക്വൻസ് അല്ലെങ്കിൽ RYB എന്നുള്ള ഫേസ് സീക്വൻസിലാണ് നമ്മുടെ ഒറിജിനൽ ഫേസ് സീക്വൻസ് വരുന്നതെങ്കിൽ അതേ സീക്വൻസിൽ തന്നെയായിരിക്കും എന്ത് വരിക? പോസിറ്റീവ് സീക്വൻസ് വരിക. നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ആണെങ്കിൽ ബാലൻസ്ഡ് സെറ്റ് തന്നെയാണ്, പക്ഷേ റിവേഴ്സ് സീക്വൻസിലാണ് വരിക. ACB എന്നാവും. ABC എന്നുള്ളത് ACB എന്നാവും. അപ്പോൾ റിവേഴ്സ് സീക്വൻസിലാണ് വരിക. സീറോ സീക്വൻസിന്റെ കേസിൽ എന്താണ്? എല്ലാ കമ്പോണൻസും, 3 കമ്പോണൻസും ഈക്വൽ ഇൻ ഫേസും ആണ്, മാഗ്നിറ്റ്യൂഡും ആണെന്നുള്ളതാണ് സീറോ സീക്വൻസിന്റെ പ്രത്യേകത. അപ്പോൾ പോസിറ്റീവ് സീക്വൻസ് ആവുമ്പോൾ ബാലൻസ്ഡ് സെറ്റ് ഒറിജിനൽ ഫേസ് സീക്വൻസിൽ തന്നെ വരും. നെഗറ്റീവ് സീക്വൻസ് ആവുമ്പോൾ ബാലൻസ്ഡ് സെറ്റ് റിവേഴ്സ് സീക്വൻസിൽ വരും. സീറോ സീക്വൻസ് ആവുമ്പോൾ എല്ലാ കമ്പോണൻസും ഈക്വൽ ആൻഡ് ഇൻ ഫേസ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഫോൾട്ട് അനാലിസിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുമ്പോൾ അതിൻ്റെ അനാലിസിസിൽ വരുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് കമ്പോണൻസ് കൺസിസ്റ്റ് ഓഫ് 3 വെക്ടേഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. മാഗ്നിറ്റ്യൂഡും ഫേസും ഈക്വൽ ആയിട്ടുള്ള സീക്വൻസ് ഏതാണെന്ന് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചത്? ഓപ്ഷൻ സി, സീറോ സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സീറോ സീക്വൻസ് ആണ്. പോസിറ്റീവ് സീക്വൻസ് ആണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ബാലൻസ്ഡ് സെറ്റ് ആയിരിക്കും. ABC എന്നുള്ള സെയിം സീക്വൻസിൽ തന്നെയാണ് വരിക, ഒറിജിനൽ സീക്വൻസിൽ തന്നെയാണ് വരിക. നെഗറ്റീവ് സീക്വൻസ് ആണെങ്കിൽ എന്തായിരുന്നു? ബാലൻസ്ഡ് സെറ്റ് ആയിരിക്കും, പക്ഷേ ACB എന്നുള്ള രീതിയിലാണ് ഫേസ് സീക്വൻസ് നേരെ റിവേഴ്സ് ചെയ്തിട്ടാണ് വരിക. സീറോ സീക്വൻസിലാവുമ്പോഴാണ് 3 വെക്ടേഴ്സും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, synchronous reactance XD of a generator 100 MVA and 10 kV is 0.5 per unit. MVA KVയിലുള്ള പവറിന്റെയും വോൾട്ടേജിന്റെയും ബേസ് വാല്യൂസ് തന്നിരിക്കുന്നു. ആ സമയത്ത് സിൻക്രണസ് റിയാക്ടൻസ് XDയുടെ പെർ യൂണിറ്റ് വാല്യൂ ആണ് 0.5 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ദ XD വാല്യൂ ഇൻ പെർ യൂണിറ്റ് ഫോർ എ ബേസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് അവർ. എന്താണ്? 200 MVAയും 20 kVയും ആക്കി.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ എക്സ് ഡി ന്യൂ വാല്യൂ എങ്ങനെയാണ് വരിക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ഇൻ ബേസിൽ നമ്മൾ പഠിച്ചല്ലോ, എക്സ് ഡി ന്യൂ വിൽ ബി ഈക്വൽ ടു എക്സ് ഡി ഓൾഡ് ഇൻറ്റു എസ് ന്യൂ ബൈ എസ് ഓൾഡ് multiplied by V old square divided by V new square. ഇനി എന്ത് ചെയ്യാം? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾഡ് വാല്യൂ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 0.5 പെർ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 0.5 ഇൻറ്റു പുതിയ വാല്യൂ എന്ന് പറയുന്നത് 200ലേക്കാണ് മാറ്റുന്നത്. അപ്പൊ 200 ഡിവൈഡഡ് ബൈ നേരത്തെ വാല്യൂ എന്തായിരുന്നു? 100 ഇൻറ്റു വി ഓൾഡ് വാല്യൂ എന്താണ്? 10 kV ആണ്. ഡിവൈഡഡ് ബൈ ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 20 kVയിലേക്കാണ് മാറുന്നത്. സ്ക്വയർ വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 2 ഇൻറ്റു സ്ക്വയർ ആയതുകൊണ്ട് 1/4 അല്ലേ വരിക? കറക്റ്റ് അല്ലേ? അപ്പോൾ 0.5/2 വരും, വിച്ച് മീൻസ് 0.25 പെർ യൂണിറ്റ് ആണ് അതിൻ്റെ ന്യൂ വാല്യൂ for the base 200 MVA and 20 kV. Option B, 0.25 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Per unit impedance of a line is X per unit ആണ്. If base voltage is increased 3 times, base MVA is doubled. ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് എഴുതാം? എസ് ന്യൂ ഇസ് ഈക്വൽ ടു 2S ഓൾഡ് ആൻഡ് വി ന്യൂ ഇസ് ഈക്വൽ ടു 3 times വി ഓൾഡ്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പുതിയ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇക്വേഷൻ എഴുതുക. എക്സ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ എന്താണ്? എക്സ് ഇൻറ്റു എന്ത് വരും? എസ് ന്യൂ ബൈ എസ് ഓൾഡ് ഇൻറ്റു വി ഓൾഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ന്യൂ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് ന്യൂൻ്റെ വാല്യൂ എന്താ? 2 times എസ് ഓൾഡ് ആണ്. ഇവിടെ എസ് ഓൾഡും ക്യാൻസൽ ആയി പോയില്ലേ? 2 മാത്രമായി. ഇൻറ്റു വി ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? വി ന്യൂ ബൈ 3 ആണ്. അപ്പം വി ന്യൂ സ്ക്വയർ ബൈ 9 എഴുതി കൂടെ? 3 സ്ക്വയറിന് ഇവിടെ വി ന്യൂ സ്ക്വയറിന് വി ന്യൂ സ്ക്വയറും ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? 2/9 x. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. എളുപ്പല്ലേ? ആ ഒരു ഇക്വേഷനിലാണ് ഫുള്ള് കളി വരുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A synchronous machine has per unit impedance of 0.45 at a specific base voltage. ഒരു സ്പെസിഫിക് ബേസ് വോൾട്ടേജിൽ 0.4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ബേസ് വോൾട്ടേജ് സെലക്ട് ചെയ്തു വിച്ച് ഇസ് 2 times ഹയർ ആണെങ്കിൽ പുതിയ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? സെയിം സാധനം. സിങ്ക്രണസ് മെഷീൻ്റെ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് Z പെർ യൂണിറ്റ് ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? 0.4 ആണ്. ഇവിടെ എസ് ഓൾഡും എസ് ന്യൂവും ഈക്വൽ ആണ്. കാരണം ബേസ് വോൾട്ടേജ് മാത്രമേ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് പറയാനുള്ളൂ. അപ്പോൾ ബേസിൻ്റെ ചേഞ്ച് വരുന്നത് വി ന്യൂ എന്ന് പറയുന്നത് 2 times വി ഓൾഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ Z per unit new will be equal to 0.4 into എസിൻ്റെ ടേം ഉണ്ടായിരിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ന്യൂ ഡിവൈഡ് ബൈ എസ് ന്യൂ എന്ന് എഴുതാം. രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഇൻറ്റു
വി ഓൾഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4v ഓൾഡ് സ്ക്വയർ. 2 സ്ക്വയർ വരുമല്ലോ, അപ്പോൾ 4 ആവുമല്ലോ. വി ഓൾഡ് സ്ക്വയർ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. 0.4 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0.1 പെർ യൂണിറ്റ്. അവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി, 0.1 പെർ യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Alternator is rated as 150 MVA 11 kV x equal to 1.2 per unit. What will be the per unit reactance at 250 MVA and 13.2 kV? ചെയ്ത് നോക്കാം. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു 1.2 ഇൻറ്റു എസ് ന്യൂ എന്താണ്? 250 ഡിവൈഡഡ് ബൈ എസ് ഓൾഡ് 150 ഇൻറ്റു വി ഓൾഡ് സ്ക്വയർ വിച്ച് മീൻസ് 11 സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ന്യൂ സ്ക്വയർ 13.2 സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.3889 ആണ് വരിക. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. ശരിക്കുള്ള ആൻസർ വരുന്നത് 1.39 പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആ ചേഞ്ചിങ് ബേസിൻ്റെ ഇക്വേഷൻ നന്നായി പഠിച്ചു വെക്കുക. അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.